കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. മുള്ളൂർക്കര സ്കൂളിനടുത്ത് കാടുമൂടി ലഹരി ഉപയോഗ കേന്ദ്രമായി മാറിയ കോട്ടക്കുളവും പരിസരവും നന്നാക്കുവാനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്ന പരാതിയുമായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ MH അബ്ദുൽ സലാം രംഗത്ത്. ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതെന്നും ഇത്തരം പ്രവർത്തനവുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോയാൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുള്ളൂർക്കരയിലെ ഓപ്പൺ ബാർ എന്ന തലക്കെട്ടോടുകൂടി കോട്ടക്കുളത്തിൻ്റെ ദുരവസ്ഥ റൈറ്റ് വിഷൻ പുറത്തുവിട്ടിരുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആളുകളും ഉപയോഗിച്ചു വരുന്ന ഒരു കുളമാണ് മുള്ളൂർക്കര കോട്ടക്കുളം. ഈ കുളത്തിന് കഴിഞ്ഞ ഭരണസമിതിയും അതിൻ്റെ മുമ്പത്തെ ഭരണസമിതിയും ഒരുപാട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയോളം രൂപയുടെ പൈസ ചെലവാക്കിക്കൊണ്ടാണ് ഈ കുളം നീന്തൽ പരിശീലനത്തിനും അതോടൊപ്പം തന്നെ കുളിക്കാനും കുട്ടികൾക്ക് ഉല്ലസിക്കാനുമുള്ള കേന്ദ്രമാക്കി. കഴിഞ്ഞ ഭരണസമിതി അവർക്ക് വയസ്സായ ആളുകൾക്ക് ഇവിടെ ഫിറ്റ്നസ് സെൻറ്റർ എന്ന ഫിറ്റ്നസ് സെൻറ്റർ സ്ഥാപിച്ചു. ഇപ്പോൾ ഒരു മാസമായി ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയണു, ആളുകൾക്ക് ഭയങ്കര പ്രയാസമുണ്ട്, അതൊന്ന് വെടുപ്പാക്കി വൃത്തിയാക്കി മനോഹരമായി നമുക്ക് എടുക്കണമെന്ന്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിന് യാതൊരു സമയമില്ല. ഇതിന് ഒരു 10,000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഈ പാർക്ക് ഇതിൻ്റെ പ്രദേശം നമുക്ക് മനോഹരമാക്കി മാറ്റാം. പക്ഷേ അവർക്ക് അതിന് പോലും ചിലവാക്കാൻ കഴിയില്ല. എന്നിട്ട് ഇതിനൊക്കെ തന്നെ പ്രതികരിച്ചാൽ കഴിഞ്ഞ ഭരണസമിതിക്കാർ അത് ചെയ്തില്ല, അതിൻ്റെ മുമ്പത്തെ ഭരണസമിതിക്കാർ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുക. എന്നിട്ട് ഭരണസമിതിയിൽ ഉള്ള പ്രതിപക്ഷമായ ആളുകൾ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ മോശമായ ഭാഷയിലാണ്, ഞങ്ങളങ്ങനെ മോശമായില്ലൊന്നും ഭാഷ രീതിയിൽ പറയുന്നില്ല, ഒരു അധികാരം നഷ്ടപ്പെട്ട വിഷമമില്ല. ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒരു UDF ഭരിച്ചൊരു ബാങ്ക് അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മത്സരിച്ച് ജയിച്ച് പിടിച്ചടക്കിയ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അധികാരത്തിനൊന്നും ഞങ്ങൾക്ക് മോഹമില്ല. പക്ഷെ പ്രതികരിക്കുമ്പോൾ അസഹിഷ്ണുത ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ വികസന കാര്യങ്ങൾക്ക് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ തയ്യാറാണ്. ഇത് 3 മാസം 3.5 മാസം 4 മാസമായിട്ട് ഇവരോട് ഈ കുളം ഒന്ന് സംരക്ഷിക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് ചെയ്യാൻ നേരമില്ല. ഹൈസ്കൂൾ ഭാഗത്ത് വെട്ടിയിട്ടില്ല, ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, റൈറ്റ് വിഷൻ കഴിഞ്ഞ ദിവസം വന്ന് ന്യൂസ് എടുത്തു. ആ ന്യൂസ് എല്ലായിടത്തും വ്യാപിച്ചു. വളരെ കഷ്ടതയാണ് വരുന്ന ആളുകൾ ഒന്ന് ശരിയാക്കുന്നത്. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് തുടക്കത്തിൽ ഇതിൻ്റെ ആരംഭം കുറിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അവരുടെ ആളുകളുടെ ഒരു ഉള്ളിൽ നമ്മൾ വന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു പ്രതീക്ഷ അവർക്കില്ല. ഭരണസമിതി നമ്മളായിട്ട് ഒരുമിച്ച് ചേർന്ന ആളുകളാണ്, അവരുടെ ഭാഗത്തും സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞു. അവർക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ വെറുതെ ഓരോ റീൽസ് ഉണ്ടാക്കുക, ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസഹിഷ്ണുതയാണ്, ഞങ്ങൾ കഴുതക്കാമ എന്തൊക്കെയാണ് പറയുന്നുണ്ട് നമുക്കറിയില്ല. അത്തരത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ അവരോട് പ്രതികരിക്കുന്നത് എന്താ വെച്ചാൽ ന്യായമായി ജനങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഉദ്ദേശമാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. അത് ഏറ്റെടുത്ത് ഉടൻ തന്നെ ഈ പരിപാടി നടത്തിയില്ലെങ്കിൽ വ്യാപകമായി പഞ്ചായത്തിലേക്ക് ഈ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമര പരിപാടികൾ സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ കുളം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് സ്കൂളാണ്. ആ സ്കൂളിലെ പിള്ളേരൊക്കെ ഇവിടെ വന്ന് മുന്തയുടെ സൈഡിൽ കൂടിയിട്ട് ഇപ്പോഴത്തെ കാലത്തുള്ള മിഠായി മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും, അതായത് എല്ലാവരും എന്നല്ല, പല ആളുകളും മദ്യപാനത്തിൻ്റെ കേന്ദ്രമായി മാറ്റുകയാണ്. എന്തുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇത് കണ്ണു തുറക്കാത്തത്? അവർ ഇപ്പം ഇന്നലെ ബഹളം വെച്ചപ്പോൾ കോട്ടക്കുളത്തിൻ്റെ അവിടെ ഹൈസ്കൂൾ ഭാഗം വെട്ടി. ഇന്ന് ഞങ്ങൾ ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഭരണസമിതിയും DYFക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ കൂടി പഞ്ചായത്തിലേക്ക് സമര പരിപാടി സംഘടിപ്പിക്കും. ഈ പ്രദേശത്തെ ആളുകളെ കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവല്ലോമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി 1-ാം തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവല്ലോമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 9845128760.